നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിൽ. തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് MK വർഗീസ്. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി MPക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് സുരേഷ് ഗോപി. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങൾ കൃത്യമായും കണക്കുകൾ സൂക്ഷിക്കുന്നവരാണെന്നും അതില്ലാത്തവരാണ് പ്രമേയങ്ങൾ പാസാക്കുന്നതെന്നും സുരേഷ് ഗോപി. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിനും പ്രീമിയം ഇന്ധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു. സ്വർണ്ണവിലയിലും കുതിപ്പ്. പാചകവാതക പ്രതിസന്ധിയിൽ ഹോട്ടൽ ഉടമകൾ പരസ്യ പ്രതിഷേധത്തിലേക്ക്. ചാവക്കാട് നഗരത്തിൽ വിവാദ ഫ്ലക്സ് ബോർഡ് ഉയർത്തി BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. 1977 മുതൽ ഗുരുവായൂർ മണ്ഡലം പ്രതിനിധീകരിച്ച MLA-മാരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ ഫ്ലക്സാണ് സ്ഥാപിച്ചത്. രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ നിരവധി മാറ്റങ്ങൾ നിലവിൽ വന്നു. സ്വർണ്ണപ്പണയം, പാൻ, ഫാസ്ടാഗ്, ട്രെയിൻ ടിക്കറ്റ്, ആദായ നികുതി തുടങ്ങിയവയിൽ നിർണായക മാറ്റങ്ങൾ. ചേലക്കരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന്. വികസന രാഷ്ട്രീയത്തിനൊപ്പം വോട്ടർമാർ നിലയുറപ്പിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ഇരു മുന്നണികൾക്കും എതിരായ വിധിയെഴുത്തുണ്ടാകുമെന്ന് MDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ കോർപ്പറേഷൻ മുൻ മേയറായിരുന്ന MK വർഗീസ് വീണ്ടും കോൺഗ്രസിൽ ചേർന്നു. തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് MK വർഗീസ് പറഞ്ഞു. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്, തറവാട്ടിലേക്ക് മടങ്ങുന്നു. അത് പെട്ടെന്നെടുത്തുള്ള തീരുമാനമാണെന്ന് കുറേ നാളായി മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയല്ല, പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമല്ല. കാരണം ഞാൻ മേയറായതിനു ശേഷം അവിടെ നിന്ന് പോയതിനു ശേഷം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ 3 മാസം റെസ്റ്റ്, 3 മാസം പൂർത്തീകരിച്ചു. എൻ്റെ നയം ഞാൻ വ്യക്തമാക്കുന്നു. കാരണം ഞാൻ എൻ്റെ ഗർവാപ്പസിയാണ്. കാരണം വെച്ചാൽ എൻ്റെ തറവാട്ടിലേക്ക് മടങ്ങുന്നു. അതിന് ഒരു 3 മാസത്തെ സമയം ഇടവേള ചോദിച്ചത് ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു. അല്ല, എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു, എൻ്റെ ചില കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ച് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് തീരുമാനിച്ചു. ഒരു 5 വർഷക്കാലം കോർപ്പറേഷനിൽ കടുത്ത പോരാട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന രാജൻ പല്ലൻ പ്രതിപക്ഷ നേതാവായിരുന്നു. വലിയ പോരാട്ടം നടന്ന് ഇപ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ വരുന്നത് അവിടെ നിന്ന് ആവശ്യപ്പെടുകയായിരുന്നു, സ്വയം തീരുമാനിച്ചു പോകുന്നു. അല്ല, ഈ രാജൻ പല്ലൻ ഞാനും മേയറും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമായിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ധർമ്മം രാജൻ പല്ലൻ ചെയ്തു. മേയർ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ടതായ ധർമ്മം ഞാനും ചെയ്തു. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ രാജൻ പല്ലന് ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുക, അവൻ്റെ സമയം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ജയിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുമുണ്ട്. ജനങ്ങളുടെ ഇപ്പോഴത്തെ പൾസ് അനുസരിച്ച് രാജൻ പല്ലൻ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ കണക്ക്. കോൺഗ്രസിലേക്ക് വിളിക്കുകയായിരുന്നു. ആരാണ് വിളിച്ചത്? അല്ല, എന്നെ ബന്ധപ്പെടുക വെച്ചാൽ രാജൻ പല്ലൻ വീട്ടിലേക്ക് വന്നു. എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകണം, കാരണം എനിക്ക് താങ്കളുടെ സേവനം വേണം. അപ്പോൾ ഞാൻ ഓക്കെ, ഐ എം റെഡി ടു കം. ഞാൻ ഇതൊന്നും ഒരു ഒബ്ജക്ഷൻ ഇല്ല. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വീട്ടു തർക്കമൊന്നുമില്ലല്ലോ. ഇത് രാഷ്ട്രീയമായിട്ട് അന്നുണ്ടായിരുന്നതും ഇന്നുണ്ടായിരുന്നതും തമ്മിൽ ഒരുമിച്ച് പോകാമല്ലോ. നിരന്തര ശത്രുക്കളോ നിരന്തരമായി മിത്രങ്ങളോ ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ് രാഷ്ട്രീയം. അതിന് ഞങ്ങൾ തൃശ്ശൂർ ഈ പ്രാവശ്യം UDF അധികാരത്തിൽ വരും. സംസ്ഥാനത്തിൽ അത് UDF അധികാരത്തിൽ വരാനാണ് സാധ്യത. ഇവിടെ രാജ്യം പല്ലൻ ജയിക്കും 100%. എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടായിരുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു പോകും? ഒരു ഡിമാൻഡ് നമുക്കില്ല. നമ്മൾ നിരുപാധികം എൻ്റെ തറവാട്ടിലേക്ക് മടങ്ങി, എൻ്റെ വീടല്ലേ, വീട്ടിലേക്ക് മടങ്ങി പോകാൻ എനിക്ക് യാതൊന്നും തരണ്ട, വീടിനകത്ത് ഒന്നും തരണ്ട. അപ്പോൾ നിരുപാധികം തറവാട്ടിലേക്ക് മടങ്ങുകയാണ് എന്നാണ് MK വർഗീസ് പറയുന്നത്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന് വേണ്ടി ഒപ്പം തന്നെ പ്രവർത്തിക്കുമെന്നും MK വർഗീസ് പറയുന്നു. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. മുൻ മേയർ MK വർഗീസിനെ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ വീട്ടിലെത്തി കണ്ടു. രാജൻ പല്ലനെ MK വർഗീസ് ത്രിവർണ്ണ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തൃശൂരിൽ രാജൻ പല്ലൻ വിജയിക്കുമെന്നും സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരുമെന്നും MK വർഗീസ് പറഞ്ഞു. സന്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ പാർട്ടി വിട്ടുപോയവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണം തന്നെയാണ്. അത് അന്നും ഇന്നും ഞങ്ങൾ എപ്പോഴും പറയുന്നു. അത് തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. MK വർഗീസ് വന്നതിൽ പൂർണ്ണ സന്തോഷവാനാണ്. അല്ല, ഈ കോർപ്പറേഷന്റെ വലിയ അടിപിടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും ഷാളക്കണീസൊപ്പം നിൽക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോർപ്പറേഷനിലെ അദ്ദേഹം മേയറും ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു.
ഒരു നല്ല ഭരണം ഉണ്ടാവണമെങ്കിൽ നല്ല പ്രതിപക്ഷം ഉണ്ടാവണം. നല്ല പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ ഉണ്ടാവുക. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഭരണപക്ഷത്തിന് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമായിട്ട് ലഭിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ വിഷയങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ വ്യക്തിപരമല്ല അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണ് മേയറായത്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFൻ്റെ കൗൺസിലാണ്. സ്വാഭാവികമായിട്ടും വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്, അഭിപ്രായമുണ്ടായിട്ട് വിമർശനം ഉണ്ടായിട്ടുണ്ട്. എം കെ വർഗീസ് വരുന്നത് പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും വളരെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ മാത്രമല്ല, എം കെ വർഗീസ് മാത്രമല്ല, ലാലി ജെയിംസ്, എം കെ വർഗീസ്, ജോർജ് ചാണ്ടി അടക്കമുള്ള, ഷോബി അടക്കമുള്ള എല്ലാവരും പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന് സജീവമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇല്ല, ഇതുവരെ ഉപാധികൾ ഒന്നും ചർച്ച ചെയ്തില്ല. ഒരു ഉപാധികൾ വെക്കേണ്ട ഒരു സാഹചര്യമുള്ള വ്യക്തിയൊന്നുമല്ല ആൾ. അദ്ദേഹത്തിന് അതിനൊരു ആവശ്യമില്ല. മേയർ എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നന്നായി പോകാൻ മാക്സിമം ആൾ ശ്രമിച്ചിട്ടുണ്ട്. കാലി കയറുമ്പോ തടയാനൊക്കെ പോയിട്ട് കടക്കാൻ പറ്റാതെ പിന്നെ കാണുമ്പോ സല്യൂട്ട് അടിച്ചിട്ടൊക്കെ കുറച്ച് വ്യക്തിപരമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലിനകത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു, അജണ്ടകളിലെ വിമർശനം ഉണ്ടാവും. അവർക്ക് LDFൻ്റെതായിട്ട് നയമുണ്ടായിരുന്നു. മേയർ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിനോടുള്ള ചില സന്ദർഭത്തിൽ അദ്ദേഹത്തെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. മേയർ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എനിക്ക് വിമർശനം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി. ഇപ്പൊ മാറുകയാണല്ലോ സ്വാഭാവികമായിട്ട് രാജബലന് അനുകൂലമായ LDFന്റെ ആളുകൾ ഉണ്ടോ ഉള്ളില്? അറിയാലോ. അല്ല ഒറ്റ കാര്യമുള്ളൂ, ഇടതുപക്ഷം എൻ്റെ കൂടെയായിരുന്നു. അത് ഞാനത് പറയാം. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ അല്ലായിരുന്നു, ഞാൻ സ്വതന്ത്രനായിരുന്നു. ഞങ്ങൾ തമ്മിൽ യാതൊരു എഗ്രിമെൻറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പിരിഞ്ഞു വന്നതിന് ശേഷം ഒരു 3 മാസം റെസ്റ്റ് ഞാൻ ചോദിച്ചത്, നിങ്ങളെല്ലാവരോടും ചോദിച്ചതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഘർ വാപ്പസി. കാരണം എൻ്റെ കുടുംബമാണ് കോൺഗ്രസ്. അപ്പം ഞാനും രാജൻ പല്ലനും തമ്മിൽ 40-45 വർഷത്തെ ഒരുമിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മേയറാക്കാൻ വേണ്ടി എൻ്റെ ഈ വണ്ടി കൊണ്ടാണ് വാങ്ങിച്ചതിന് ശേഷം ആദ്യമായി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി മേയറാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ പോകണമെങ്കിലും ഞാനും IP അതുപോലെ തന്നെ രാജൻ പല്ലനടക്കാതെ പോകാറ്. അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനകത്ത് ചിലപ്പോൾ പ്രതിപക്ഷ നേതാവും മേയർ എന്ന നിലയ്ക്ക് ഉണ്ടാകുന്നത് അത് പാർട്ടിയും തമ്മിലുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ തമ്മിൽ കുടുംബ വഴക്കൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി MPക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളാനാകില്ലെന്നും സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് ഹർജിക്കാരൻ. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. എന്നാൽ ഈ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം തള്ളിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വിചാരണയുമായി മുന്നോട്ടു പോകാൻ ഉത്തരവിട്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. സുരേഷ് ഗോപിക്കെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ TCVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ MP സുരേഷ് ഗോപിക്കെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ആ തെരഞ്ഞെടുപ്പ് ഹർജിയുമായി ബന്ധപ്പെട്ട വിചാരണ നേരിടേണ്ടി വരും. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയാണ് ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപി വോട്ട് തേടി എന്ന പേരിൽ ഹൈക്കോടതിയിൽ പരാതി നൽകിയത്. ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നതായി അന്ന് സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻമന്ത്രി കൂടിയായ VS സുനിൽകുമാർ TCVയോട് പറയുന്നു. ഈ വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ BJP സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ തനി ആവർത്തനമാണ്. അതിൻ്റെ കുറച്ചും കൂടി തീവ്രമായ രീതിയിലുള്ള ഒരു ആവർത്തനം ഗുരുവായൂരിൽ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുകയാണ്. മതചിഹ്നങ്ങൾ മാത്രമല്ല, മതത്തെ തന്നെ നേരിട്ട് തിരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ആക്കുന്ന നിലയിലേക്ക് BJP പ്രവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം, സുതാര്യമായിരിക്കണം.
അത് ഭരണഘടനാപരമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതായിരിക്കണം. അതിന് പകരം മതവും ജാതിയും വർഗീയതയും പണവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടൊരു മൂവാണ് ഈ ഹർജിയിലൂടെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. AFIയുടെ ജില്ലാ പ്രസിഡന്റ് ബിനോയിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തനിക്കെതിരായ ഹർജി തള്ളണമെന്നാണ് സുരേഷ് ഗോപി കോടതിയിൽ ആവശ്യപ്പെട്ടത്. അത് തള്ളിക്കൊണ്ടാണ് ഈ ഹർജി നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞത്. തീർച്ചയായും ഹൈക്കോടതിയുടെ വിധി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിൻ്റെ മേൽ പണാധിപത്യം കൊണ്ടും വർഗീയത കൊണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയും എന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവിടെ കാണിച്ചത്. തീർച്ചയായും ഇത് ചോദ്യം ചെയ്യാൻ കഴിയും. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കൂടി കഴിയുമെന്നൊരു പുതുതലമുറയെ പഠിപ്പിക്കും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിക്കുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഹൈക്കോടതി വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിയമപരമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഹൈക്കോടതി വിധിയാണ് നിലവിലേറെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ആ തിരഞ്ഞെടുപ്പ് ഹർജിയുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ MP എന്ന നിലയിലുള്ള കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനം സമ്പൂർണ്ണ പരാജയമാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപി യാതൊന്നും ചെയ്തില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ജില്ലയിലെ NDA സ്ഥാനാർത്ഥികൾ തങ്ങളുടെ MP ജില്ലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുവോ എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. NDA സ്ഥാനാർത്ഥി CC മുകുന്ദന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അന്തിക്കാട് സംഘടിപ്പിച്ച ആൽത്തറ കലുങ്ക് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങൾ കൃത്യമായും കണക്കുകൾ സൂക്ഷിക്കുന്നവരാണെന്നും അതില്ലാത്തവരാണ് പ്രമേയങ്ങൾ പാസാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ആൽത്തറ കലുങ്ക് സംവാദങ്ങളുടെ പുനരാരംഭമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമെന്നും കലുങ്ക് ആൽത്തറ സംവാദം കേരളമാകെ പടരുമെന്നും അതിനെ തകർക്കാനുള്ള ശ്രമമായിരുന്നു പുള്ളിലെ വേലായുധൻ ചേട്ടനിലൂടെ ഒരു വിഭാഗം ശ്രമിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ, ജസ്റ്റിൻ ജേക്കബ്, EP ജാൻസി, ഗോകുൽ കരിപ്പിള്ളി എന്നിവരും സംബന്ധിച്ചു. ഒരാശങ്കയും ഇത് ക്രൈസ്തവൻ, ഹിന്ദു, സിഖ്, ബുദ്ധ് ഇത് ഇന്ത്യൻ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അവരുടെ സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. തെറ്റ് ചെയ്തവർ, അതിപ്പം ശ്രീ പിണറായി വിജയനായാലും ശ്രീ ഉമ്മൻചാണ്ടിയും എന്താണ് പറഞ്ഞിരുന്നത്? ഉപ്പ് തന്നവൻ വെള്ളം കൊടുക്കും. അത് ഏത് ജാതി വിഭാഗത്തിലായാലും ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തവർ മാത്രം പേടിച്ചാൽ മതി. ഒരു ക്രിസ്തീയ സഭയ്ക്കും പേടിയില്ല. അവർ കൃത്യമായി കണക്ക് കൊടുത്തിട്ടുണ്ട്. രാജ്യത്ത് പ്രീമിയം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്രീമിയം പെട്രോളിന്റെയും പ്രീമിയം ഡീസലിന്റെയും വിലയാണ് വർദ്ധിപ്പിച്ചത്. XP 100 പെട്രോളിന്റെ വില 149 രൂപയിൽ നിന്ന് 160 രൂപയാക്കി. ഡീസൽ എക്സ്ട്രാ ഗ്രീൻ വില 91.49 രൂപയിൽ നിന്ന് 92.99 രൂപയാക്കി. വിമാന ഇന്ധനത്തിന്റെ വിലയും 2 മടങ്ങോളം വർദ്ധിപ്പിച്ചു. ഇതോടെ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുമെന്ന് ഉറപ്പായി. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള എണ്ണ വിതരണത്തിൽ വീണ്ടും തടസ്സമുണ്ടാകുമെന്ന ആശങ്കയും വില കുത്തനെ ഉയരാൻ കാരണമായി. പ്രീമിയം ഇന്ധനങ്ങൾക്ക് വില ഉയർന്നുവെങ്കിലും സാധാരണ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വില ഉയർന്നേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കുത്തനെ വർദ്ധിപ്പിച്ചു. 195 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. രാജ്യാന്തര തലത്തിൽ ഇന്ധന വില കുതിച്ചുയർന്നതോടെയാണ് നടപടി. മാർച്ച് 1-ന് 114 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചിരുന്നു. പുതുക്കിയ വർധനയോടെ 19 കിലോ സിലിണ്ടറിന് 2078 രൂപ 50 പൈസ നൽകേണ്ടി വരും. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. മാർച്ച് 7-ന് ഗാർഹിക സിലിണ്ടറിന്റെ വില 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. 920 രൂപയാണ് 14.2 കിലോയുള്ള ഗാർഹിക സിലിണ്ടറിന് വില. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പാചകവാതക പ്രതിസന്ധിയിൽ ഹോട്ടൽ ഉടമകൾ പരസ്യ പ്രതിഷേധത്തിലേക്ക്. ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ സമരം നടത്താനാണ് തീരുമാനം.
പോർട്ടൽ വഴി ബുക്ക് ചെയ്ത് അലോട്ട്മെന്റ് ആയാലും ചില ഗ്യാസ് ഏജൻസികൾ സിലിണ്ടർ വിതരണം ചെയ്യാൻ മടിക്കുകയാണെന്നാണ് ഹോട്ടൽ ഉടമകളുടെ പരാതി. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചില്ലെന്നാണ് കാരണം പറയുന്നത്. വിതരണത്തിൽ നിസ്സഹകരണം തുടരുന്ന ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്താനാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം. സംസ്ഥാനത്ത് വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിഹിതം 60% ഉയർത്തിയെങ്കിലും 10% സിലിണ്ടർ പോലും ലഭിക്കുന്നില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. സിലിണ്ടർ നൽകാമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ടെങ്കിലും വിതരണത്തിന് നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പരാതിപ്പെടുന്നു. ഓയിൽ കമ്പനികൾ ഏർപ്പെടുത്തിയ നിയന്ത്രണം മറികടക്കാൻ സർക്കാർ കൊണ്ടുവന്ന അടിയന്തര SOS സംവിധാനവും ഏജൻസികളുടെ നിസ്സഹകരണം മൂലം പരാജയമായി. കരിഞ്ചന്തയിൽ 3500 രൂപയ്ക്ക് വരെ സിലിണ്ടർ വിൽക്കുന്നതായും ആക്ഷേപമുണ്ട്. ഗാർഹിക സിലിണ്ടർ വിതരണത്തിൽ തടസ്സമില്ലെന്ന് കേന്ദ്രം ആവർത്തിക്കുമ്പോഴും വിതരണത്തിൽ അപാകതയുള്ളതായി പരാതി വ്യാപകം. 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗാർഹിക സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയുക. ബുക്കിംഗ് പൂർത്തിയായി 10 ദിവസം കഴിഞ്ഞാലും സിലിണ്ടർ വീട്ടിലെത്താത്ത സ്ഥിതിയാണ്. എന്നാൽ ആളുകൾ പരിഭ്രാന്തരായി കൂട്ടത്തോടെ സിലിണ്ടർ ബുക്ക് ചെയ്തതുകൊണ്ടുണ്ടായ പ്രശ്നമാണിതെന്നും സാധാരണ നിലയിലാകാൻ സമയമെടുക്കുമെന്നുമാണ് ഗ്യാസ് വിതരണ ഏജൻസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് TCV. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. 1 ഗ്രാം സ്വർണ്ണത്തിന് 180 രൂപ ഉയർന്ന് 13,885 രൂപയായി. പവന് 1440 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇതോടെ 1 പവൻ സ്വർണ്ണത്തിന് 1,11,080 രൂപയായി. വെള്ളി വിലയിലും വർധനവുണ്ടായി. 1 ഗ്രാം വെള്ളിക്ക് 255 രൂപയാണ് ഇന്നത്തെ വില. ചാവക്കാട് നഗരത്തിൽ വിവാദ ഫ്ലക്സ് ബോർഡ് ഉയർത്തി BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. 1977 മുതൽ ഗുരുവായൂർ മണ്ഡലം പ്രതിനിധീകരിച്ച MLA-മാരുടെ പേരുകൾ അടിച്ച ഫ്ലക്സ് ബോർഡാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നില്ലേ ഈ അവഗണന, 50 വർഷത്തെ അവഗണന മാറണം എന്ന ക്യാപ്ഷൻ എഴുതിയാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. മുസ്ലിം നാമധാരികൾ മാത്രമാണ് MLA-മാർ ആയിട്ടുള്ളതെന്നാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു. വിഷയത്തിൽ ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരുന്നു. രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ നിരവധി മാറ്റങ്ങൾ നിലവിൽ വന്നു. സ്വർണ്ണപ്പണയം, പാൻ, ഫാസ്ടാഗ്, ട്രെയിൻ ടിക്കറ്റ്, ആദായനികുതി തുടങ്ങിയവയിൽ നിർണായക മാറ്റങ്ങളാണ് നിലവിൽ വന്നത്. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പണയം വെച്ച സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85% വരെ വായ്പയായി ലഭിക്കും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 80%, 5 ലക്ഷത്തിന് മുകളിൽ 75% എന്ന പരിധിയും ബാധകമാകും. 3075 രൂപയാക്കി വർദ്ധിപ്പിച്ച ഫാസ്ടാഗ് വാർഷിക പാസ് നിരക്ക് പ്രാബല്യത്തിൽ വന്നു. ടോൾ പ്ലാസകളിൽ ഇനി മുതൽ ഡിജിറ്റൽ പണമിടപാട് മാത്രമാകും അനുവദിക്കുക. പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിലായി. ഇനി ടാക്സ് ഇയർ എന്ന ഒറ്റ പ്രയോഗമേ ഉണ്ടാകൂ. നികുതി ബാധകമായ നിലവിലെ സാമ്പത്തിക വർഷം തന്നെയായിരിക്കും ടാക്സ് ഇയർ. എല്ലാ ഡിജിറ്റൽ പണമിടപാടുകൾക്കും 2 ഫാക്ടർ ഓതന്റിക്കേഷൻ നിർബന്ധമാക്കി. സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് ഇന്റർനെറ്റ്, മൊബൈൽ ബാങ്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാകും. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറോ അതിൽ കുറവോ ശേഷിക്ക് ടിക്കറ്റ് റദ്ദാക്കിയാൽ തുക മുഴുവൻ നഷ്ടമാകും. നിലവിൽ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപ് വരെ റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് തുക തിരികെ ലഭിച്ചിരുന്നു. കയറുന്ന സ്റ്റേഷൻ മാറ്റാനുള്ള സൗകര്യം ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുൻപ് വരെ ലഭിക്കും. ഇതുവരെ ചാർട്ട് തയ്യാറാകുന്നതിന് മുൻപ് വരെ മാത്രമേ കയറുന്ന സ്റ്റേഷൻ മാറ്റാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. പാൻ കാർഡിന് അപേക്ഷിക്കാൻ ജനന തീയതി തെളിയിക്കുന്ന രേഖകൾ കൂടി സമർപ്പിക്കണം. പാൻ ആവശ്യമായ ഇടപാടുകളുടെ പരിധിയിലും ഇളവ് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. പോരാട്ടച്ചൂടിൽ തിളയ്ക്കുകയാണ് ജില്ലയുടെ വടക്കുകിഴക്ക് ഭാഗത്തെ അതിർത്തി മണ്ഡലമായ ചേലക്കര. സിറ്റിംഗ് MLA LDF-ലെ UR പ്രദീപിനെ നേരിടാൻ യുവ നേതാവ് ശിവൻ വീട്ടിക്കുന്ന് സ്വതന്ത്ര വേഷത്തിലാണ് UDF-നെ കളത്തിലിറങ്ങിയിരിക്കുന്നത്. K. ബാലകൃഷ്ണനിലൂടെ കരുത്തു കാട്ടാനുള്ള ഒരുക്കത്തിലാണ് NDA. ആരംഭകാലം മുതൽ സംവരണ മണ്ഡലമായിരുന്ന ചേലക്കരയിൽ ആദ്യകാലത്ത് കോൺഗ്രസും വിജയക്കൊടി ഉയർത്തിയിരുന്നു. കോൺഗ്രസിലെ KK ബാലകൃഷ്ണനെ 4 തവണ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ചേലക്കര. MA കുട്ടപ്പനും MP താമിക്കും കൈകൊടുക്കാൻ മടിച്ചിട്ടുമില്ല. എന്നാൽ 1996 മുതലുള്ള മണ്ഡല ചരിത്രം K. രാധാകൃഷ്ണനോടാണ് ചേരുംപടി ചേർന്നിട്ടുള്ളത്. 5 തെരഞ്ഞെടുപ്പുകളിൽ K. രാധാകൃഷ്ണനിലൂടെ ചേലക്കര വിജയത്തിന്റെ ചെഞ്ചേലണിഞ്ഞു. 2016 UR പ്രദീപ് ഇവിടെ നിന്നും ആദ്യമായി നിയമസഭാ അംഗമായി. രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായ ഒഴിവിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 2024 വീണ്ടും MLA ആയി. LDF-ന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ നേട്ടങ്ങൾ കൂടി ചേരുമ്പോൾ പ്രതീക്ഷകൾക്ക് തിളക്കമേറുന്നതായി UR പ്രദീപ് പറയുന്നു. ഇടതുമുന്നണിയുടെ വിജയപട്ടികയിലെ കണക്കെടുപ്പിൽ ചേലക്കര മുന്നിൽ തന്നെയുണ്ടെന്നും സ്ഥാനാർത്ഥിക്ക് ആത്മവിശ്വാസം. ഇവിടെ ജയത്തിന്റെ കാര്യത്തിലുള്ള ആളുകൾക്ക് സംശയം. ഇനി ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചുള്ള ചൂണ്ടിക്കാട്ടിലാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF-ൽ കോങ്ങാടുമായുള്ള സീറ്റ് വെച്ചുമാറ്റത്തിൽ ചേലക്കര ഇത്തവണ എത്തിയത് ലീഗ് അക്കൗണ്ടിൽ. കോൺഗ്രസ് നേതാവായ ശിവൻ വീട്ടിക്കുന്നിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയതിന് പിന്നിൽ UDF നന്നായി ഗൃഹപാഠം ചെയ്തിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ കാറ്റിൽ തടുത്തുകൂട്ടാവുന്ന വോട്ടുകൾ പരമാവധി സമാഹരിക്കാനുള്ള പരീക്ഷണം വിജയം കാണുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് നേതൃത്വം. ടീം UDF-ആയി ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഘടകകക്ഷികളും എല്ലാവരും ഒരുമിച്ച് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. BJPക്ക് അടിത്തറയുള്ള മണ്ഡലത്തിൽ K. ബാലകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി.
ഉപതെരഞ്ഞെടുപ്പിൽ NDAയ്ക്കായി 33,609 വോട്ട് നേടി ബാലകൃഷ്ണൻ ശക്തി തെളിയിച്ചിരുന്നു. ഇവിടെ ചേലക്കരയിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ അലയൊലികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് NDAയ്ക്ക് അനുകൂലമായിട്ടാണ് ഇത്തവണ അത് മാറ്റമുണ്ടാവുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ 5-ൽ LDFും 3-ഇടത്ത് UDFും 1 പഞ്ചായത്തിൽ NDAയും ഭരണം നേടി. പഴയന്നൂർ, കൊണ്ടാഴി, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ, വരവൂർ പഞ്ചായത്തുകളാണ് LDF ഭരിക്കുന്നത്. ചേലക്കര, മുള്ളൂർക്കര, ദേശമംഗലം പഞ്ചായത്തുകളിൽ UDFിനാണ് ഭരണം. തിരുവല്ലോമലയിലാണ് NDAയ്ക്ക് ഭരണം ലഭിച്ചത്. നിള അതിരിട്ടൊഴുകുന്ന വാഴാലിക്കാവിന്റെ നാട്ടുഭംഗി നിറയുന്ന, പാഞ്ഞാളിലെ പറഞ്ഞുതീരാത്ത കഥകളുള്ള, കുത്താമ്പള്ളിയുടെ കസവു താളം കേൾക്കുന്ന, തിരുവല്ലോമലയുടെ ഐതിഹ്യ പെരുമ പേറുന്ന നാട്ടിൽ ആരുടെ ചിരി ചന്തം ചാർത്തുമെന്ന് കാത്തിരുന്നു കാണാം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രഞ്ജിത്തിനെ എറണാകുളം സബ് ജയിലിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അറസ്റ്റിലായ രഞ്ജിത്തിനെ കൊച്ചിയിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ചാണ് പോലീസ് റിമാൻഡ് ചെയ്തത്. ഫോർട്ട് കൊച്ചിയിൽ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന യുവനടിയുടെ പരാതിയിലാണ് രഞ്ജിത്ത് പിടിയിലായത്. കാരവാനിൽ വെച്ച് രഞ്ജിത്ത് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. നടിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയന്നൂർ പഴമ്പാലക്കോട് കൂട്ടുപാതയ്ക്ക് സമീപം നിയന്ത്രണമിട്ട വാൻ മരത്തിലിടിച്ച് അപകടം. പുലർച്ചെ കാവശ്ശേരി പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വാഹനത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതുപോലെ 3ാം LDF സർക്കാർ ദാരിദ്ര്യവും ഇല്ലാതാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി മങ്ങാട് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം കട്ടവരെ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചത് AICC നേതാവ് KC വേണുഗോപാലാണ്. കളവ് നടത്തിയവരെ CPMഉം LDFും സംരക്ഷിക്കില്ല. LDF വിശ്വാസികൾക്കൊപ്പമാണെന്നും ക്രിസ്തീയ സഭകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എതിർക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPI ലോക്കൽ സെക്രട്ടറി TK മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, പ്രേംരാജ് ചുണ്ടലാത്ത്, M ബാലാജി, MN സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദേശ സംഭാവന നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന്റെ നിലപാട് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSനെ FCRIയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. രാഷ്ട്രീയ താൽപര്യത്തോടെയാണ് UPA കാലഘട്ടത്തിൽ FCRIയിൽ ഭേദഗതി വരുത്തിയത്. മതപരിവർത്തന നിയമം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് നടപ്പാക്കിയത്. കോൺഗ്രസ് BJPയുടെ B ടീമായി പ്രവർത്തിക്കുകയാണെന്നും PK ബിജു കുറ്റപ്പെടുത്തി. ആറു വർഷത്തിനു ശേഷം രാജ്യത്ത് നടക്കുന്ന സെൻസസിന്റെ ആദ്യഘട്ടത്തിന് തുടക്കമായി. ഡൽഹി, കർണാടക, ഒഡീഷ, ഗോവ, ലക്ഷദ്വീപ്, മിസോറാം, സിക്കിം, ആൻഡമാൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് സെൻസസ് ആരംഭിച്ചത്. കേരളത്തിൽ 1ാം ഘട്ടം ജൂൺ 16 തുടങ്ങും. ജൂൺ 30 വരെ ഓൺലൈനായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്ന് ജൂലൈ 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ സെൻസസ് പ്രവർത്തകർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. വ്യക്തിവിവരങ്ങളും വീട്ടുവിവരങ്ങളുമാണ് ശേഖരിക്കുക. ആദ്യഘട്ട നടപടികൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കിയ ശേഷം 2027 ഫെബ്രുവരിയിൽ 2ാം ഘട്ടം തുടങ്ങും. 2ാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുക. ജാതി സെൻസസും ഇതോടൊപ്പം ഉണ്ടാകും. ആദ്യമായാണ് ജാതി വിവരം കൂടി സെൻസസിന്റെ ഭാഗമാകുന്നത്. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണമിട്ട ഓട്ടോ കലുങ്കിലും പോസ്റ്റിലും ഇടിച്ചു മറിഞ്ഞ് അച്ഛനും മകനും പരിക്കേറ്റു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശി മഞ്ഞളി വീട്ടിൽ ജോസഫ്, മകൻ ജോൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ഭാഗത്ത് അപകടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. വാഹനങ്ങൾക്ക് കലുങ്ക് ശ്രദ്ധയിൽപ്പെടാത്തതാണ് കാരണം. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ മുള്ളൂർക്കര പഞ്ചായത്തിൽ പര്യടനം നടത്തി. ആറ്റൂർ മണലാടിയിൽ നിന്നാരംഭിച്ച പര്യടനം മുള്ളൂർക്കര ടൗണിൽ സമാപിച്ചു. ചടങ്ങിൽ BJP നേതാക്കളായ MA രാജു, വിജീഷ് അള്ളന്നൂർ, മോഹനൻ പാമ്പിൻകാവ്, C രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് BJP ഡീൽ മറച്ചുവെക്കാൻ UDF നുണപ്രചരണം നടത്തുന്നുവെന്ന് CPM നേതാവ് വൃന്ദ കാരാട്ട്. കോടാലിയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. KA ശിവൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, UP ജോസഫ്, VS പ്രിൻസ്, PK ശിവരാമൻ, CU പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള 2ാം ഘട്ട പരിശീലനം MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ഈ മാസം 4 വരെയാണ് പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വോട്ടർ ഫെസിലിറ്റേഷൻ, പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ എന്നിവ പരിശീലന കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 716 പേർക്കാണ് 2ാം ഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്.
നാട്ടികയിലെ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൃപ്രയാറിൽ വനിതാ മുന്നേറ്റ റാലി സംഘടിപ്പിച്ചു. പോളി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാപന യോഗം കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ TK മീര അധ്യക്ഷത വഹിച്ചു. ഷീല വിജയകുമാർ, KR സീത, M സ്വർണലത, ഷീന പറയങ്ങാട്ടിൽ, VG വനജകുമാരി, TB മായ തുടങ്ങിയവർ സംസാരിച്ചു. LDF മണലൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനെ സ്വീകരിച്ച് വിദേശ യുവതി. ഫിലിപ്പീൻ സ്വദേശിയായ 38-കാരിയായ യോളണ്ടയാണ് തൃത്തല്ലൂർ കൊറ്റായി ക്ഷേത്ര പരിസരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ C രവീന്ദ്രനാഥിനെ സ്വീകരിച്ചത്. തൃത്തല്ലൂർ സ്വദേശി പൊറ്റേക്കാട്ട് രിജിന്റെ ഭാര്യയാണ് യോളണ്ട. കഴിഞ്ഞ 5 വർഷമായി ഇവർ തൃത്തല്ലൂരിലാണ് താമസം. കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി DYFI എടവലങ്ങ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഭാത സവാരി സംഘടിപ്പിച്ചു. വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രഭാത സവാരി കാരയിൽ സമാപിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. DYFI എടവലങ്ങ് മേഖലാ പ്രസിഡന്റ് അവസാദ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK വത്സരാജ്, CA ഷഫീർ, VH റിസ്വാൻ, നൌഷാദ് കറുകപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിലെ കലാസാംസ്കാരിക വേദിയായ ഗീതം സംഗീതത്തിന്റെ 2ാമത് ദേശീയ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശനിയാഴ്ച വൈകിട്ട് 4:30 പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടക്കുന്ന ആദരസന്ധിയിൽ പുരസ്കാരം സമ്മാനിക്കും. സംഗീതരംഗത്ത് 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ സംഗീത സംവിധായകൻ മോഹൻ സിത്താരയെയും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ വൈസ് പ്രസിഡന്റായ പ്രദീപ് നെന്മാറയെയും ചടങ്ങിൽ ആദരിക്കും. സംഘടനാ രക്ഷാധികാരി ജയരാജ് വാര്യർ, പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, സെക്രട്ടറി സുകുമാരൻ ചിത്ര സൗധം, ട്രഷറർ മധു ആനല്ലൂർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TN ദേവദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആറാട്ടുപുഴ പൂരത്തിൽ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ തൃപ്രയാർ തേവർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. നിത്യപൂജകൾക്ക് ശേഷം ഊരായ്മക്കാർ ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. ബ്രാഹ്മണിപ്പാട്ടിന് ശേഷം തേവർ 5 ആനകളുടെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ഭഗവാന്റെ സ്വർണ്ണക്കോലമേറ്റി. പഞ്ചവാദ്യത്തിന് കോങ്ങാട് മധു പ്രാമാണികനായി. തുടർന്ന് സേതുകുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ തേവർ വിളക്കാചാരം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളി. ചേറ്റുപുഴ കാഞ്ഞാണി റോഡിലെ കണ്ണപുരത്ത് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മാവിന്റെ കൊമ്പ് അടർന്നു വീണു. ഡ്രൈവർ ഹാരിസും യാത്രക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹമഠം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്രം പ്രമാണിച്ച് സമൂഹാചാര്യൻ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ ലക്ഷാർച്ചന നടന്നു. മഹാഗണപതി ഹോമം, ശ്രീരുദ്ര ജപം, രുദ്രാഭിഷേകം, കലശപൂജ എന്നിവയും നടന്നു. വൈകിട്ട് രാധികാഹരിയും സംഘവും അവതരിപ്പിക്കുന്ന ഭജന ഉണ്ടായിരിക്കും. പരിപാടികൾക്ക് സമൂഹം പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, സെക്രട്ടറി S ശിവരാമകൃഷ്ണൻ, കൺവീനർ S രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം അയ്യപ്പൻ മെമ്മോറിയൽ സ്കൂളിന്റെ 98ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക NV ജ്യോതിക്ക് യാത്രയയപ്പം നൽകി. സംഗീത സംവിധായകൻ ഷൈജു അവറാൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നിസ നിഷാർ അധ്യക്ഷയായി. വലപ്പാട് AEO KV അമ്പിളി, അധ്യാപിക KS നിസമോൾ, ഗാനരചയിതാവ് കണ്ണൻ മംഗലത്ത്, ഗായകൻ ശ്രീകുമാർ നന്ദിക്കര തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസ് ഈ മാസം 9, 10 തീയതികളിലായി നടക്കും. സുസ്ഥിര സ്മാർട്ട് സിറ്റി വെല്ലുവിളികൾക്കും അവസരങ്ങൾക്കുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പരിഹാരങ്ങൾ എന്ന വിഷയത്തിലാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ മുരളീകൃഷ്ണ അയ്യങ്കി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കും. 2 ദിവസങ്ങളിൽ 6 വേദികളായി നടക്കുന്ന കോൺഫറൻസിൽ 150 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആദ്യമായി ഇന്റഗ്രേറ്റഡ് MTech ഉൾപ്പെടെ പുതിയ 7 കോഴ്സുകൾ കൂടി സഹൃദയ കോളേജിൽ ഈ അധ്യയന വർഷം മുതൽ ആരംഭിക്കുകയാണെന്നും അധികൃതർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരിങ്ങാലക്കുട രൂപത എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S രാംകുമാർ, ഡീൻ ഡോക്ടർ GR ജ്ഞാനകിങ്, കമ്പ്യൂട്ടർ സയൻസ് മേധാവി ഡോക്ടർ S മണിശങ്കർ എന്നിവർ പങ്കെടുത്തു.
എടത്തുരുത്തി സൗത്ത് SNVL LP സ്കൂളിൽ 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സിനിമാ താരം ബിബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി കമ്മിറ്റി ചെയർമാൻ ശശി കാരിയിൽ അധ്യക്ഷത വഹിച്ചു. ഇന്റേണൽ സെക്യൂരിറ്റി തൃശൂർ റേഞ്ച് DYSP PR ബിജോയ്, മ്യൂസിക് ഡയറക്ടർ രാജേഷ് മോഹൻ, സ്റ്റാഫ് സെക്രട്ടറി MS സിന്ധു, സ്കൂൾ മാനേജർ KG അജോയ് കുമാർ, പ്രധാന അധ്യാപിക സ്മിത ജോസഫ്, ഫാദർ മിൽട്ടൺ തട്ടിൽ കുരുവിള, നിസാമുദ്ദീൻ മിസ്ബാഹി, പ്രണവ് ശാന്തി, PTA പ്രസിഡന്റ് ഷിംനാസ് ആഷിഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസാരത്തിന്റെ ഇടയിൽ വന്നിട്ട് പാട്ട് പറഞ്ഞിട്ട് പെണ്ണിവള് വെള്ളാരങ്കല്ല് വെറുക്കിയോട് കൈവെള്ളയിലുള്ളിട്ട് ഓടിയോട് വള്ളി പോലങ്ങിൽ പടർന്നവള് എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റാർസ് സ്കോളർഷിപ്പ് നൽകും. സംഘടനാ പ്രസിഡന്റ് CA ഫ്രാൻസിസ്, സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ട്രഷറർ അജി CV എന്നിവർ ചേർന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളമ്പ്രത്തിന് ചെക്ക് കൈമാറി. കാത്തിരിപ്പിനും കഠിന പരിശ്രമങ്ങൾക്കുമൊടുവിൽ ഹിപ്പോകളെത്തി. രശ്മി, പോപ്പി എന്നീ ഹിപ്പോകളെയാണ് സുവോളജിക്കൽ പാർക്കിലെത്തിച്ചത്. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഹിപ്പോകളെ പ്രത്യേക കൂട്ടിലേക്ക് ആക്കാനായത്. ഹിപ്പോകൾ കയറിയ കൂട് ക്രെയിൻ ഉപയോഗിച്ചാണ് ലോറിയിലേക്ക് കയറ്റിയത്. രശ്മിക്ക് 1.8 ടണ്ണും പോപ്പിക്ക് 1.4 ടണ്ണുമാണ് ഭാരം. സുവോളജിക്കൽ പാർക്കിലെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകിയാണ് മാറ്റം സാധ്യമാക്കിയത്. വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവയ്ക്ക് നൽകുന്നത്. തൃശൂർ മൃഗശാലയിൽ അവശേഷിക്കുന്ന മാനുകൾ, സിംഹം, മുള്ളൻപന്നി എന്നിവയും ഉടൻ സുവോളജിക്കൽ പാർക്കിലെത്തിക്കും. അവധിക്കാലമായതോടെ കൂടുതൽ പേർ ഇനിയുള്ള ദിവസങ്ങളിൽ സുവോളജിക്കൽ പാർക്ക് സന്ദർശിക്കാനെത്തും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,885 രൂപ, പവന് 1,11,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിൽ. തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് MK വർഗീസ്. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി MPക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് സുരേഷ് ഗോപി. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങൾ കൃത്യമായും കണക്കുകൾ സൂക്ഷിക്കുന്നവരാണെന്നും അതില്ലാത്തവരാണ് പ്രമേയങ്ങൾ പാസാക്കുന്നതെന്നും സുരേഷ് ഗോപി. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിനും പ്രീമിയം ഇന്ധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു. സ്വർണ്ണവിലയിലും കുതിപ്പ്. പാചകവാതക പ്രതിസന്ധിയിൽ ഹോട്ടലുടമകൾ പരസ്യ പ്രതിഷേധത്തിലേക്ക്. ചാവക്കാട് നഗരത്തിൽ വിവാദ ഫ്ലക്സ് ബോർഡ് ഉയർത്തി BJP സ്ഥാനാർത്ഥി V ഗോപാലകൃഷ്ണൻ. 1977 മുതൽ ഗുരുവായൂർ മണ്ഡലം പ്രതിനിധീകരിച്ച MLA-മാരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ ഫ്ലക്സാണ് സ്ഥാപിച്ചത്. രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ നിരവധി മാറ്റങ്ങൾ നിലവിൽ വന്നു. സ്വർണ്ണപ്പണയം, പാൻ, ഫാസ്ടാഗ്, ട്രെയിൻ ടിക്കറ്റ്, ആദായ നികുതി തുടങ്ങിയവയിൽ നിർണായക മാറ്റങ്ങൾ. ചേലക്കരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന്. വികസന രാഷ്ട്രീയത്തിനൊപ്പം വോട്ടർമാർ നിലയുറപ്പിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ഇരു മുന്നണികൾക്കുമെതിരായി വിധിയെഴുത്തുണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ